ഹായ് ഗൈസ്, സാഹദ് ഹിയർ. നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ കൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഈ ഒരു ക്യാരക്ടറിനെ നമ്മളൊരു ഡോറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അടുത്തൊരു ലെവലിലേക്ക് എങ്ങനെ പോകാൻ പറ്റുന്നത്. ലൈക്ക് ഇപ്പം നിങ്ങൾ വാലോറൻ്റൊക്കെ കളിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, അതിനകത്ത് ടെലിപ്പോർട്ട് എന്ന് പറയുന്നൊരു മെഷീനുണ്ട്. നമ്മൾ ആ മെഷീനിലേക്ക് കയറുമ്പോൾ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അതെങ്ങനെ നമുക്ക് അൺറിയൽ എഞ്ചിൻ യൂസ് ചെയ്തിട്ട് ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു തേർഡ് പേഴ്സൺ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡോറ് ക്രിയേറ്റ് ചെയ്യണം ഇതിൻ്റെ ഉള്ളിൽ. ഞാനിപ്പോൾ അതിന് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡോറിൻ്റെ ഫ്രെയിമിനെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ബ്ലെൻഡറിൽ ചെയ്തിട്ടുള്ള ഒരു ഡോറിൻ്റെ ഫ്രെയിമിനെ ഈ ഒരു ലെവലിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ആ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഡോറിൻ്റെ ഫ്രെയിമിൻ്റെ. അതിനുശേഷം ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാം. പ്രോപ്പറായിട്ടൊന്ന് അലൈൻ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രിഗർ ബോക്സിന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ട്രിഗർ ബോക്സിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ഡോറിന് പറ്റുന്ന രീതിയിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ട്രിഗർ ബോക്സിന് ഹയറാർക്കി പോയിട്ടൊന്ന് റീനെയിം ചെയ്യാം. ഞാനിവിടെ റീനെയിം ചെയ്തിട്ട് ടെലിപ്പോർട്ട് എന്നാക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ ലെവലിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെവലിൻ്റെ ബ്ലൂ പ്രിൻ്റ് വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ആക്ടർ ബിഗിനിങ് ഓവർലാപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ടെലിപ്പോർട്ടിൻ്റെ ട്രിഗർ ബോക്സ് നമുക്കിവിടെ കിട്ടും. അതിനുശേഷം അതിൻ്റെ ഒരു കണക്ഷൻ ഡ്രാഗ് ചെയ്തിട്ട് ഓപ്പൺ ലെവൽ ബൈ നെയിം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരു നോഡ് കിട്ടും. ആ ഒരു നോഡിനെ ആ ഒരു ഇവൻറ്റ് ഗ്രാഫിൽ കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു നോഡിനകത്ത് ലെവൽ നെയിം എന്നുണ്ടാവും. അവിടെ നമ്മൾ ന്യൂ ലെവൽ എന്നൊരു ലെവൽ നെയിം കൊടുക്കാം. അതിനുശേഷം അതിനൊന്ന് കമ്പൈൽ ചെയ്യാം. ശേഷം നമ്മൾ തിരിച്ച് കണ്ടൻറ് ബ്രൗസറിൽ പോയതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യാം. ആ ലെവലിന് ഞാൻ ന്യൂ ലെവൽ എന്ന നെയിം കൊടുത്ത് അതിനുശേഷം ആ ലെവലിൽ നിന്ന് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള പ്രീവിയസ് ലെവൽ സേവ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാനവിടെ ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ന്യൂ ലെവലിൽ പോയതിന് ശേഷം നമുക്ക് ലൈറ്റിങ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ്സ് പോയിട്ട് ഒരു ഡയറക്റ്റ് ലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്വൽ എഫക്ട്സിൽ സ്കൈ അറ്റ്മോസ്ഫിയറും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലൊരു ഫോഗിൻ്റെ എഫക്റ്റും കൂടെ താഴെ വേണം. അപ്പോൾ ഞാൻ വിഷ്വൽ എഫക്ട്സിൽ പോയിട്ട് ഫോഗും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടെറൈൻ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ പ്ലെയറിന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ലാൻഡ്സ്കേപ്പിൽ പോയതിന് ശേഷം ഒരു ചെറിയൊരു ടെറൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് സെലക്ഷൻ മോഡിൽ തന്നെ പോയതിന് ശേഷം ഈ ഒരു ആഡ് ചെയ്യുന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം ആ ഒരു പ്ലെയർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ പ്ലെയർ മറ്റേ ലെവലിൽ നിന്ന് ടെലിപ്പോർട്ടായി ഇതിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്ലെയർ സ്റ്റാർട്ട് എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളത് അവിടെ ആയിരിക്കും പ്ലെയർ സ്പോൺ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് നമ്മളുടെ തേർഡ് പേഴ്സൺ മാപ്പിലേക്ക് തന്നെ പോകാം. അതിനുശേഷം ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇത് കാണാൻ സാധിക്കുന്നുണ്ടാവും, ഞാൻ ആ ഡോറിൽ കൂടെ കയറുമ്പോൾ ഞാൻ വരുന്നത് അടുത്ത ലെവലിലേക്കാണ്. കണ്ടോ? അപ്പോൾ നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.